ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ പപ്സ് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. സാധാരണ പപ്സൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് ബട്ടറൊക്കെ ചേർക്കേണ്ടി വരും. ഇതിൽ ബട്ടറൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് മൈദ എടുത്തിട്ടുണ്ട് 1 കപ്പ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് അല്പം ഒന്ന് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ടൈറ്റായിട്ടല്ല, ഒരു അല്പം ലൂസായിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചൊന്ന് കുഴയ്ക്കുകയാണ്. ഒരു അല്പം ഓയിലൊന്ന് കയ്യിലൊന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കയ്യിലൊന്നും അധികമായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു പപ്സിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. നല്ല നൈസായിട്ടൊക്കെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ലെയറോട് കൂടിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് മാറ്റിയതിന് ശേഷം നമുക്കിനി കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുതേ. മാവ് ഞാൻ കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇതിൽ നിന്ന് ഓരോരോ ബോൾസ് ആയിട്ട് എടുക്കാം. ഒരുപാട് വലിപ്പത്തിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയും വലിപ്പത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ ഒരു വലിപ്പത്തിലെടുത്താൽ മതിയാകും കേട്ടോ. എനിക്ക് ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒരു അല്പം ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയും മതിയാകും കേട്ടോ, ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മാവിൻ്റെ ഓരോ പീസും എടുത്തിട്ട് കൈക്കുള്ളിൽ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തുക. ഇത് പരത്തിയതിന് ശേഷം നമുക്കിതൊരു ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. നന്നായിട്ട് എണ്ണയിലൊന്ന് മുക്കി വെക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങളത് വിട്ടുപോകരുത്, അത് ചെയ്യുക കേട്ടോ. സാധാരണ നമ്മൾ പപ്സ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബട്ടറൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നീളത്തിൽ അരിഞ്ഞത് ഞാനൊരു 3 മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണോ തയ്യാറാക്കുന്നത് അതനുസരിച്ച് ഇതിൻ്റെ ചേരുവകളൊക്കെ കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. സവാളയിലേക്ക് നമുക്ക് അല്പം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആ സവാളയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടും. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സവാള അല്പം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ അളവിൽ. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയിൽ നിങ്ങൾക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് ചേർക്കാം. മുളക് പൊടിക്ക് പകരം ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ അളവിൽ, അതുപോലെ ഫെന്നൽ പൗഡർ, പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 2 നുള്ളി ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഗ്യാസിൻ്റെയൊക്കെ ഫ്ലെയിം ഒന്ന് ലോയിൽ വെക്കുക കേട്ടോ. ഇനി നമ്മളിതിൽ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുറിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വെച്ചിരുന്ന മാവെടുക്കാം. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ചപ്പാത്തി പലകയോ അതിൻ്റെ ആ ഒരു കമ്പോ ഒന്നും വേണ്ടി വരത്തില്ല. കൈവച്ച് തന്നെ നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് നൈസായിട്ട് പരത്തിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് ചെറിയ ബോളായിട്ട് എടുക്കുക കേട്ടോ. ഒരുപാട് വലിപ്പത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും. ചെറുതാകുമ്പോൾ കുഴപ്പമില്ല. ഇനി ഞാനത് നൈസായിട്ട് തന്നെ പരത്തിയതിന് ശേഷം 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അത് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാം.
അപ്പം നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ 3-4 തവണയായിട്ട് മടക്കുന്നത്. മടക്കുന്ന ഓരോ തവണ മടക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം പൊടി വിതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ വിതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്കതിന് നല്ല ലെയർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്താലും പൊടി വിതറി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ 2 തവണയായിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ടായിരുന്നാൽ മതിയാകും കേട്ടോ, നല്ല ലെയർ കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമ്മളിത് പപ്സിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ നമ്മളതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച് ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ പുഴുങ്ങിയ മുട്ട പകുതി ആയിട്ട് 2ആയിട്ട് കട്ട് ചെയ്തതാണ്. ഒരെണ്ണം ഇതിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൂടി മസാല വയ്ക്കണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ 2 വശവും ഒന്ന് പിടിച്ച് മടക്കി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 2 വശവും മാത്രം മടക്കിയിട്ടും ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ 4 വശവും ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് വെന്ത് വരുമ്പോൾ ചിലപ്പോൾ അത് വിട്ടു പോകും. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ ഒരു രീതിയിൽ നല്ല പ്രസ്സായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കിവിടെ ചെയ്തെടുക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നത് ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ഒരു അല്പം ഓയിലൊന്ന് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓവനൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഇതുപോലുള്ള പപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. ഇത് തേച്ച് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു ബ്രൗണിഷ് കളറുണ്ടല്ലോ, ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ട ബീറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇതും കൂടെ തേക്കുമ്പോഴാണ് കറക്റ്റ് ആ പപ്സിൻ്റെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് കിട്ടുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഡ്ഡലി തട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അടിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടേക്കാം. ഞാനിവിടെ ഉപ്പൊന്നും ഇടുന്നില്ല. ഒരു പഴയ കടായി എടുത്തിട്ടുണ്ടായിരുന്നാൽ മതിയാകും കേട്ടോ. എങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാകും. ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. തീ കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 40 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഇതായിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇത് ഇളക്കിയെടുക്കാം. ചൂടോടുകൂടി ഇളക്കരുത്, ഒട്ടിപ്പിടിച്ചിരിക്കും. അല്പം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ലെയറോട് കൂടിയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അത് ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇതിനേക്കാളും എളുപ്പം കടയിൽ നിന്ന് വാങ്ങുന്നതാണെന്ന് എല്ലാവർക്കും തോന്നും. പക്ഷേ അതിൽ ബട്ടറൊന്നും ആയിരിക്കത്തില്ല. അതിൽ ഡാൽഡയൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് അതൊന്നും ശരീരത്തിന് നല്ലതല്ല. കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടർ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാമെന്ന് മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.